ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിതാ എല്ലാവരും കൂടെ എടപ്പാൾക്ക് പോവാണ് കേട്ടോ. നേരത്തെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ കല്യാണം ഫിക്സ് ചെയ്തു. ഏപ്രിൽ 12-ാം തീയതിയാണ് കല്യാണം. അപ്പോൾ നമ്മൾ ചേട്ടൻ നാട്ടിലെത്തി. അപ്പോൾ നമ്മൾ ചേച്ചിക്ക് മന്ത്രകോടിയും കാര്യങ്ങളൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഒരുവിധം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ ശോഭികയുടെ 6th ബ്രാഞ്ച് ഇപ്പം എടപ്പാൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് 3-ാം ദിവസമാണ് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം അവിടെ കളക്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇനോഗ്രേഷൻ്റെ അന്ന് പോയി നോക്കിയിരുന്നു. എന്നിട്ടാണ് ചേട്ടൻ വന്നിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് എടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഉണ്ട്. അതായത് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും അനിയത്തിയും മേമയും ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഞാനും അമ്മയും കിച്ചനും നിറ്റു ബേബിയും ചേച്ചിയും കൂടെയാണ് പോയത്. അങ്ങനെ ഞങ്ങളിതാ ശോഭികയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ഷോപ്പ് തന്നെയാണ്, നല്ല ഒത്തിരി കളക്ഷൻസും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കയറി ആദ്യം തന്നെ നമ്മൾ സാരി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സാരിയുടെ സെക്ഷനിലേക്ക് ഇങ്ങനെ നടക്കുകയാണ്. ഇതിപ്പോൾ താഴത്തെ ഫ്ലോറാണ് കേട്ടോ, ഫസ്റ്റ് ഫ്ലോറാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ നിന്നൊക്കെ നേരെ ഇതാ മുകളിലേക്ക് പോയോണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മളിതാ സാരിയുടെയും ലെഹങ്കയുടെ ഒക്കെ സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയും മോമിയും കൂടെ നേരത്തെ തന്നെ വന്നിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട കളറിലുള്ള സാരിയും ലെഹങ്കയൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളത് ഹോൾഡ് ചെയ്ത് വെക്കുകയും ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയമൊന്നും അവിടെ വേസ്റ്റായി പോയിട്ടില്ല. അപ്പോൾ നേരെ നമ്മൾ സാരി എടുക്കുന്ന ഭാഗത്തോട്ട് നോക്കുകയാണ്. അപ്പം ചേട്ടൻ്റെ അമ്മയും മേമയും ഒക്കെ ആ ഭാഗത്തിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ചേട്ടൻ നിറ്റു ബേബീനെയും കൊണ്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ കുറേ സമയം ചേട്ടൻ്റെ കയ്യിൽ തന്നെയായിരുന്നു കേട്ടോ ഒരു ദിവസം. അങ്ങനെ നമ്മളിതാ സാരിയുടെ സെക്ഷനിലെത്തി. ഇത് ലെഹങ്കയുടെ സെക്ഷനാണ്, രണ്ടും ഓപ്പോസിറ്റായിട്ട്. അതായത് സാരിയുടെ സെക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയായിട്ടാണ് കേട്ടോ റിസപ്ഷൻ്റെ കളക്ഷൻസൊക്കെ വരുന്നത്. അങ്ങനെ ഇതാ അവൾ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന സാരിയൊക്കെ നോക്കുന്നുണ്ട്. ഇത്രയും സാരികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതിലേതാണ് ചേച്ചി എടുത്ത് വെച്ചിരുന്നത് എന്നുള്ളത് ഞാൻ പറയില്ല, അത് നിങ്ങൾക്ക് കല്യാണത്തിൻ്റെ അന്ന് തന്നെ കാണാം കേട്ടോ ആ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഊഹിച്ചിട്ട് കമൻറ്റ് ചെയ്യൂ ഏതായിരിക്കും ഈ ഇരിക്കുന്ന കളേഴ്സിൽ നിന്ന് അവൾ എടുത്തിട്ടുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് നോക്കുന്നുണ്ട്. ഇത്രയും ബോക്സുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഇത് പോരാത്തതിന് നമുക്ക് അവർ വേറെയും നോക്കാൻ വേണ്ടിയിട്ട് തന്നു കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രയൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വേറെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് താഴത്തെ ഫ്ലോറാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ റെൻ്റലായിട്ടും അല്ലാണ്ടെയും ഓർണമെൻറ്റ്സിൻ്റെ ഒരു സെക്ഷൻ അവിടെ വരുന്നുണ്ട്. അതുപോലെ ഫുഡ് വെയറിൻ്റെയും സെക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ അതിനകത്ത് തന്നെ. അപ്പോൾ അവരിങ്ങനെ ഓരോന്നായിട്ട് ചേച്ചിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ചേട്ടൻ്റെ അമ്മയും മേമയും അവർക്ക് വേണ്ടിയിട്ടുള്ള വെഡ്ഡിങ്ങിനുള്ള സാരി പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് അവർക്ക് റിലേറ്റീവ്സിനൊക്കെ കൊടുക്കാനുള്ള സാരികളും നമ്മൾ അന്നേ ദിവസം അവിടെ നിന്ന് തന്നെ എടുത്തിരുന്നു. പിന്നെ ചേട്ടൻ്റെ അനിയത്തിക്കും വേണ്ടിയിട്ടുള്ളതും അവിടെ നിന്ന് തന്നെ നോക്കിയിരുന്നു കേട്ടോ. അത് മെറ്റീരിയൽ എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ടില്ല, ഒരു വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻ തന്നെ ഇവിടെ ലെഹങ്കയ്ക്കും അല്ലെങ്കിൽ റിസപ്ഷൻ പാർട്ടി വെയർ ഐറ്റംസിനും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ചേച്ചി. അപ്പം ലെഹങ്കയാണെങ്കിലും സാരി ആണെങ്കിലും ഒന്നും ഏതാ അവൾ എടുത്തതെന്നുള്ളത് ഞാൻ പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവളിപ്പോൾ എന്നെ കൊല്ലും. കാരണം എന്താ വെച്ചാൽ അതന്ന് സർപ്രൈസായിട്ട് എല്ലാവരെയും കാണിച്ചാൽ മതി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞേക്കണത്. അപ്പോൾ 2-3-4 സാരികൾ നമ്മൾ ചുറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു, അവൾ ഹോൾഡ് ചെയ്ത് വെച്ചത് കൂടാതെ. അപ്പോൾ അതിൽ നിന്ന് ഇഷ്ടപ്പെട്ടത് അവൾക്കും ചേട്ടനും ചേട്ടൻ്റെ ഫ്രണ്ടല്ലായിരുന്നു കേട്ടോ 3 സാരി വാങ്ങിയിട്ടുണ്ട്. അതുപോലെ അവൾക്ക് വേണ്ട ഇന്നേഴ്സും പുറത്തേക്ക് ഇടാനുള്ള ചുരിദാർ, ജീൻസ്, ടോപ്പ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും, ചെരുപ്പ്, ഓർണമെന്റ്സ് ഒക്കെ അവിടെ നിന്ന് തന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചുരിദാറിന്റെ സെക്ഷനിലേക്ക് വന്നേക്കാണ്. നമ്മുടെ ചുരിദാർ മെറ്റീരിയൽ കണ്ടോ, അവൾ ഓരോന്നായിട്ട് വെച്ച് നോക്കുന്നുണ്ട്. ചേട്ടനും ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായി. അങ്ങനെ ഈ സെക്ഷൻ ചുരിദാറും എടുത്തു. ഇത് ബ്രൈഡ്സിനുള്ള സെക്ഷനാണ്. അതിൽ തന്നെ റേറ്റ് ചായയും അതല്ലാണ്ടും ഒരു സെക്ഷൻ വേറെ ഉണ്ട്. അതോടൊപ്പം ചേച്ചിതാ വേറെ നമുക്ക് വിരുന്ന് പോകുമ്പോഴും അല്ലാതെയൊക്കെ പോകുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ 2 നല്ല സാരികളും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇടാനുള്ള മേൽമുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പീസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ചെറിയൊരു പീസല്ലേ ആവശ്യമുള്ളൂ. അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൾ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവൾക്കുള്ള ചെരുപ്പ് എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവൾക്ക് വീട്ടിലിടാനുള്ളതും കല്യാണത്തിൻ്റെ അന്നത്തേക്കുള്ളതും റിസപ്ഷനുള്ളതും ഒക്കെ വാങ്ങി. അതോടൊപ്പം ഞാനിതേ നിറ്റു ബേബിക്ക് ഒരു ഷൂവും ചെരുപ്പും വാങ്ങിയിരുന്നു കേട്ടോ അവിടെ നിന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് തന്നെ ഉള്ളതാണ് ഈ സെല്ല ഫാക്ഷൻ എന്ന് പറയുന്നത്. ഓർണമെൻറ്റ്സിൻ്റെയും മേക്കപ്പ് പ്രൊഡക്ട്സിൻ്റെ ഒക്കെ
ഷോപ്പായിരുന്നു. അവിടുന്ന് ചേച്ചിക്ക് റിസപ്ഷന് വേണ്ടിയിട്ടുള്ള ഓർണമെൻറ്റ്സ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് അവിടെ കയറിയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ശോഭികയിലുള്ള പർച്ചേസും കാര്യങ്ങളൊക്കെ അവസാനിച്ചു. അപ്പോൾ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോയ സമയത്താണ് നമ്മൾ ചേട്ടനും കിച്ചനും നിറ്റു ബേബിയും ഞാനും അവിടെ ഇരുന്നു. അപ്പോൾ ചേട്ടൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബില്ലിംഗ് സെക്ഷനിൽ ഇതേ എല്ലാവരും കൂടെ പോയിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം ഒരുപാട് സാധനങ്ങൾ അന്ന് അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയത്. അപ്പം തന്നെ ഏകദേശം സമയം 4 മണിയായിട്ടുണ്ട്. നമ്മൾ എടപ്പാൾ തന്നെയുള്ള ലാമൂൺ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് സത്യം പറഞ്ഞാൽ ലഗൂൺ ബിരിയാണി കഴിക്കാനാണ് പോയത്. പക്ഷെ നമ്മൾ 4 മണി സമയമായതുകൊണ്ട് തന്നെ നമുക്ക് ലഗൂൺ ചിക്കൻ ബിരിയാണി കിട്ടിയില്ല. പകരം നമ്മൾ ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, ഗോബി മഞ്ചൂരിയൻ, ചില്ലി ഡ്രൈ, പിന്നെ അൽഫാം, കുബൂസ്, പൊറോട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് നമ്മളന്ന് വാങ്ങിയത്. പിന്നെ ലൈമ്, ടീ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മൾ വാങ്ങിയിരുന്നു. അങ്ങനെ എല്ലാവരും കഴിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുന്നുണ്ട്, ഒപ്പം നിറ്റു ബേബിക്ക് ഫുഡ് കൊടുക്കുന്നുണ്ടായി. അപ്പോൾ ഈ ഭാഗം ചേച്ചിയാണെന്ന് എടുത്തിട്ടുള്ളത്. ഞാനും കഴിക്കുന്നുണ്ട്, നിറ്റുവിനും കൊടുത്തിരുന്നു. കണ്ടോ, ഒരുപാട് ഐറ്റംസ് നമ്മളന്ന് ഓർഡർ ചെയ്തിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിൽ പോയി. വീട്ടിലെത്തി എല്ലാവരും കുറച്ച് നേരം ഇരുന്നു, എല്ലാവരും കൂടെ സംസാരിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് ചേട്ടനും ഫാമിലിയൊക്കെ തിരിച്ചു പോയിട്ടോ. അങ്ങനെ നമ്മളിതാ നമ്മുടെ മെയിനായിട്ടുള്ള വെഡ്ഡിങ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് എത്തി. ചേച്ചിക്കുള്ളത് മന്ത്രകോടി, പിന്നെ അവൾക്ക് 3 ലുക്ക് ഉണ്ട്. ആ 3 ലുക്കിനുള്ളതും റിസപ്ഷനുള്ളതും അങ്ങനെ എല്ലാം കിട്ടി. അതുപോലെ ചേട്ടൻ്റെ വീട്ടിലേക്ക് അവർക്ക് കൊടുക്കാനുള്ളത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്തു. ഇനി ചേട്ടനുള്ളത് എടുത്തിട്ടില്ല, ചേട്ടനുള്ളത് എടുക്കണം, അത് അവരവിടെ നിന്ന് എടുക്കും. പിന്നെ നമ്മൾ വീട്ടിലേക്കുള്ളത് കുറച്ച് എടുക്കാനുണ്ട്, അതും എടുക്കണം. പക്ഷേ അത്യാവശ്യം വലിയൊരു എമൗണ്ട് ഉള്ളത് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്വാഭാവികം വെഡ്ഡിങ് പർച്ചേസാണ് നമ്മൾ നടത്തിയത്. അപ്പം അത് ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്താണെങ്കിലും ചേച്ചി വിചാരിച്ച പോലെ അവൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടമായ രീതിയിലും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവൾ ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അത്യാവശ്യം ലെങ്ത്തുള്ളൊരു വീഡിയോ ആണെന്ന് അറിയാം. അപ്പോൾ എന്താണെങ്കിലും ഓരോരുത്തർ ടൈം കിട്ടുന്നതിനനുസരിച്ച് മുഴുവനായിട്ട് വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.